ഇതാണ് റിയൽമിയുടെ ഏറ്റവും പുതിയ 16 Pro Plus എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ. ആക്ച്വലി ഈ ഒരു ഫോൺ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജനുവരി 6-ാം തീയതിയാണ് 2026. നമ്മൾ ഈ ഒരു ഡിവൈസ് എടുത്തിട്ടുള്ളത് ജപ്പാൻ സ്ക്വയർ എന്നാണ്. ഈ ഒരു റിയൽമി 16 Pro Plus ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ബാഗും ഫ്രീ കിട്ടുന്നുണ്ട്. അതിന് കൂടെ ജപ്പാൻ സ്ക്വയറിന്റെ ഓഫേഴ്സും വേറെ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ 200 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസറാണ് ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെയിൻ സെൻസറിൽ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ വേറെ ലെവൽ ക്ലാരിറ്റിയാണ്. നമ്മൾ എത്ര സൂം ചെയ്താലും അതിന്റെ ക്ലാരിറ്റി ലോസ് വരുന്നില്ല. മാത്രമല്ല അതിന്റെ കൂടെ ഒരു 50 മെഗാ പിക്സലിന്റെ ഒരു 3.5x സൂം ചെയ്യാൻ പറ്റുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും ഈ ഒരു ഡിവൈസിലുണ്ട്. മാത്രമല്ല ഈ ഒരു ക്യാമറയിൽ നമുക്ക് 120x സൂം കിട്ടുന്നുണ്ട്. അത് വെറും സൂം അല്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള രീതിയിൽ തന്നെ ആ ഒരു സൂമിങ് വർക്ക് ആവുന്നുണ്ട്. ഒരു ഡിവൈസിന്റെ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. അടിപൊളി ചിപ്സെറ്റ് ആണ് തോന്നിയത്. കാരണം അത്യാവശ്യം പവർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം ഗെയിമിങ്ങിനും അത്യാവശ്യം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്കും ഒക്കെ പറ്റുന്ന ഒരു ചിപ്സെറ്റ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഈ ഒരു ചിപ്സെറ്റിൽ നമുക്ക് 4K വീഡിയോയിൽ 60 FPS ഫ്രെയിം റേറ്റിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് റിയർ ക്യാമറ 4K 60 FPS ഒരു ക്വാളിറ്റി. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും ഡൈനാമിക് റേഞ്ച് ഒക്കെ കാണിക്കുന്നുണ്ട്. ഡേ ടൈമിൽ അടിപൊളിയാണ്. നൈറ്റ് ടൈമിൽ ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല. സോ നൈറ്റ് ടൈമിന് വലിയ കുഴപ്പമില്ലാണ്ടുള്ള റിസൾട്ടുകൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർട്രേറ്റ് വീഡിയോ. ഇത് നമുക്ക് 4K 60 FPS എടുക്കാൻ പറ്റില്ല, HD 30 FPS എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഒക്കെ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് വീഡിയോസ് എടുക്കാൻ പറ്റും. ഇനി ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ വെച്ചിട്ടുള്ള ഹ്യൂജ് ബാറ്ററിയാണ് വരുന്നത്. 7000 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. മാത്രമല്ല 80 വാട്ടിന്റെ ഒരു അൾട്രാ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതും നമ്മുടെ ബോക്സിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിലും ചാർജിങ് സൈഡ് നോക്കുകയാണെങ്കിലും അടിപൊളി തന്നെയാണ്. 6.8 ഇഞ്ച് സൈസിലുള്ള ഒരു OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം അടിപൊളിയാണ്. 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. 453 ppi ക്ലാരിറ്റി വരുന്നുണ്ട്. ഇതുപോലുള്ള അടിപൊളി ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. സോ ഈ ഒരു ഡിവൈസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ കാണാനായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ജിനോടെക് വ്ലോഗ്സ്.